ഇപ്പൊ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാല് പിന്നെ അതുപോലെ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാലും ഞാൻ മരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്റെ ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ വാട്സപ്പിലൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, പാത്തു ഈ മരിച്ചു ചോദിച്ചിട്ട്. ഇനിയിപ്പൊ ആ കുട്ടിയുടെ കൂടെ എന്നെ എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും ഒരാളെങ്കിലും കണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അവര് പറയുന്ന പണി ഞാൻ എടുക്കാൻ റെഡിയാണ്. അതാരായാലും മുന്നോട്ട് വരാം. ബ്ലോഗർമാരായിട്ടുള്ള ബെഹനാസും ഭാര്യ സഫയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഇപ്പൊ പഴയ റിഫ കേസ് വീണ്ടും കുത്തിപ്പൊങ്ങി വന്നിരിക്കുകയാണ് അല്ലെ. റിഫയെ അറിയാലോ, മെഹനാസിന്റെ ഭാര്യയായിരുന്നു. 2022 ദുബായിൽ ഒരു ഫ്ളാറ്റിൽ ദുരൂഹ സാഹചര്യത്തിലാണ് അവളെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റിഫയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ലൈവായി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ നല്ല കാര്യം. കാരണം കഴിഞ്ഞ 4 വർഷത്തോളമായി റിഫയുടെ ഉപ്പയും ഉമ്മയും ഒക്കെ റിഫയുടെ നീതിക്ക് വേണ്ടി അലയുകയാണ്. ഇപ്പോഴും അവർക്ക് നീതി ലഭിച്ചിട്ടില്ല. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ 24 ന്യൂസിൽ അടക്കം റിഫ മായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ ഇതൊക്കെ എത്ര കാലം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഒരു ഇടക്കാല ചർച്ച മാത്രം, കുറച്ചു കാലത്ത് നിന്ന് ചർച്ച ചെയ്യും, പിന്നെ ആളുകൾ വിടും, അടുത്ത ടോപ്പിക്ക് നോക്കി പോകും. അതൊക്കെ ഇവിടെ സംഭവിക്കാനുള്ളൂ. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാണല്ലേ. എനിവേ, ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഒരിക്കലും റിഫ കേസ് ചർച്ച ചെയ്യാൻ വേണ്ടിയല്ല കേട്ടോ. ഇനി ആരും എങ്ങനെ വിചാരിക്കേണ്ട. 4 വർഷം മുമ്പേ ഈ വിഷയത്തിൽ നമ്മൾ പാല് പിഴിഞ്ഞെടുത്ത് ചർച്ച നടത്തിയതാണ്. ഇനി പുതുതായിട്ട് ചർച്ച നടത്താൻ മാത്രം ഒന്നും ഈ വിഷയത്തിലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അന്ന് പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇന്നും പറയാനുള്ളൂ. ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന രീതി പണ്ടേ എനിക്കില്ല. എന്നാൽ ഇപ്പൊ ഞാൻ ഈ ടോപ്പിക്കുമായി വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ റിഫയുടെ ആത്മാവിനോട് ഞാൻ സംസാരിച്ചു, റിഫയുടെ ആത്മാവ് എനിക്ക് പല കാര്യങ്ങളും കാണിച്ചു തന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഒരു സ്ത്രീ രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കേരള ഓൺലൈൻ മീഡിയ എന്ന് പറഞ്ഞ ചാനലിൽ സംസാരിച്ചുകൊണ്ടാണ് ഇപ്പൊ ഈ യുവതി രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. റിഫ എനിക്ക് കാണിച്ചു തന്ന കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് ഇവര് ഭയങ്കരമായ വെളിപ്പെടുത്തലുകളാണ് കേട്ടോ നടത്തിയിരിക്കുന്നത്. ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് 3 വീഡിയോകൾ ആ ചാനൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും വീഡിയോകൾ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇപ്പൊ നിലവിൽ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്ന സ്ത്രീ ഉള്ളത് കാനഡയിലാണ് കേട്ടോ. അല്ല, ഞാൻ ആലോചിക്കുന്നത് അതല്ല, റിഫ മരണപ്പെട്ടത് ദുബായിൽ വെച്ചിട്ടാണ്, റിഫയെ മറവ് ചെയ്തിരിക്കുന്നതോ നാട്ടിലാണ്. അങ്ങനെയെങ്കിൽ റിഫയുടെ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഈ വെളിപ്പെടുത്തൽ നടത്താനും കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാനും ഈ കാനഡയിലുള്ള ആളെ മാത്രമേ കിട്ടിയുള്ളൂ. നാട്ടിലുള്ള ആരും റിഫയ്ക്ക് കിട്ടിയില്ലേ. എന്തിനാണോ ഇതിനായി ഇത്ര കഷ്ടപ്പെട്ട് കാനഡ വരെ പോയത് എന്നുള്ളതാണ്. ചിലപ്പോൾ നാട്ടിലാരും ഇപ്പോൾ അത്ര എക്സ്പേർട്ട് ആയിട്ട് ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും റിഫ കാനഡ വരെ പോയത്. എന്തായാലും കൊള്ളാം. നമുക്ക് എന്തായാലും ഈ സ്ത്രീയുടെ വെളിപ്പെടുത്തൽ ഒന്ന് കേട്ടോക്കാം. വാ നോക്കാം. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് റൂഹി, ഒഫീഷ്യൽ നെയിം ഷൈന. കാനഡയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മർഡർ കേസിനെ കുറിച്ച് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എല്ലാ മലയാളീസിനും അറിയുന്ന ഒരു കേസാണ് റിഫ മെഹനു കേസ്. ദുബായില് സൂയിസൈഡ് ചെയ്തു എന്ന് പറയുന്ന ആ കേസിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇറ്റ് വാസ് നോട്ട് എ സൂയിസൈഡ്, അത് വെൽ പ്ലാൻ മർഡർ ആയിരുന്നു. ആ കുട്ടിയുടെ ഹസ്ബൻഡിന്റെ കൂടെ ഉണ്ടായ 2 പേരും കൂടി കൊന്നതാണ്. അത് എങ്ങനെ എനിക്കറിയാം എന്ന് ചോദിച്ചാൽ എനിക്കത് വളരെ വളരെ ക്ലിയർ ആയിട്ട് എനിക്കറിയാം. ഇത് വിശ്വസിച്ചേ പറ്റുള്ളൂ. മരിച്ചുപോയ ആ പെൺകുട്ടി തിരിച്ച് ഭൂമിയിലോട്ട് വന്നിട്ട് സോളായിട്ട് വന്നിട്ട് എനിക്കത് വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചു തന്നൊരു കാര്യമാണ്. വളരെ ക്ലിയർ ആയിട്ട് അന്ന് രാത്രി അവിടെ എന്താണ് സംഭവിച്ചതെന്നും ആ കുട്ടിനെ ഇവരെന്താ ചെയ്തതെന്നും എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഞാനൊരു പിക്ചർ കാണുന്നത് പോലെ ഞാൻ കണ്ടതാണ്. ആണല്ലേ, നല്ല കാര്യം. ഞാനും ഇതേപോലെ പിക്ചർ കാണുന്ന പോലെ പലതും കാണാറുണ്ട്. ഇന്ന് രാവിലെ കൂടി കണ്ടതേ ഉള്ളൂ. ഇടയ്ക്കിടെ ഞാനുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടവരും അല്ലാത്തവരും ഒക്കെ എന്റെ അടുത്ത് വന്ന് സംസാരിച്ചു പോകാറുണ്ട്. ചിലപ്പോൾ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും അവർ സംസാരിക്കുന്നത്. പക്ഷെ ഞാനതപ്പം തന്നെ മറന്നു കളയും കേട്ടോ. ഇതേമാതിരി പിന്നാലെ പോകാറൊന്നുമില്ല. ഞാൻ സ്വപ്നം കാണുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ആശാത്തി സ്വപ്നത്തിൽ എവിടെയോ റിഫേനെ അങ്ങനെ കണ്ടിട്ടുണ്ടാകും. അതിനാണെങ്കിൽ തട്ടി വിടുന്നത്. പിന്നെ അവരുടെ വർത്താനം കേട്ട് എനിക്ക് ഇവരെ റിഫ സ്വപ്നത്തിൽ കണ്ടതായിട്ടും തോന്നുന്നില്ല കേട്ടോ. ഇത് സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് റിഫയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നല്ലോണം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അപ്പൊ അവസരം കിട്ടിയപ്പോൾ നൈസായിട്ട് ഇടയിൽ കൂടെ ഗോൾ അടിക്കാൻ ഇറങ്ങിയതാണ് പുള്ളിക്കാരി. ഈ സമയത്ത് റിഫയുടെ ആത്മാവ് എന്നോട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നു കഴിഞ്ഞാണെങ്കിൽ കുറച്ചുകൂടെ പബ്ലിക് അറ്റൻഷൻ കിട്ടല്ലോ, അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാണ്. പിന്നെ റിഫയുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരി പറഞ്ഞ കാര്യം, അതായത് റിഫയെ കൊന്നത് അവളുടെ ഭർത്താവായിട്ടുള്ള മെഹനാസും കൂട്ടാളികളുമാണ് എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ അടക്കമുള്ള ആളുകൾ കുറെ മുമ്പ് ചർച്ച ചെയ്ത് വെച്ച കാര്യങ്ങളാണ്. റിഫയുടെ മരണത്തിൽ ഈ പറഞ്ഞ റിഫയുടെ ഭർത്താവായിട്ടുള്ള മെഹനാസിനും അവന്റെ സുഹൃത്തുക്കൾക്കും വ്യക്തമായ പങ്കുണ്ട് എന്നുള്ളത്. ഇതിനെക്കുറിച്ച് ആർക്കാണ് അറിയാത്തത്? എന്നിട്ട് എന്തോ വലിയ കാര്യം പോലെ വന്ന് വിളമ്പാണ്. റിഫ മരണപ്പെട്ടതല്ല, റിഫയെ മെഹനാസും കൂട്ടാളികളും ചേർന്ന് കൊന്നതാണ് പോലും. ഭയങ്കരமான വെളിപ്പെടുത്തലാണ് കേട്ടോ ചേച്ചിൻ്റെത്. എന്തായാലും ഇത്രയും പറഞ്ഞതല്ലേ, ചേച്ചി ബാക്കിയോട് പറഞ്ഞാട്ടെ. റിഫനെ എങ്ങനെ കണക്ട് ചെയ്ത് ചോദിച്ചാല് എനിക്ക് റിഫനെ നിങ്ങൾ എല്ലാവരും കേട്ട് ന്യൂസിൽ കേട്ടെന്നല്ലാതെ എനിക്ക് പേഴ്സണലി ആയിട്ടുള്ള ആരും എനിക്കറിയില്ല. റിഫനെ എനിക്കറിയില്ല. പിന്നെ റിഫ വന്നത് 2023 ജൂലൈ മന്താണ് അടുത്ത് വന്നത്. 2023 വന്നത്. അതും ഒരു രാത്രിയില് ഞാൻ ഉറങ്ങുന്ന സമയത്ത് ആ കുട്ടി എന്റെ ഫ്രണ്ട് ഇങ്ങനെ കിടക്കണ സൈഡിന്റെ ഭാഗത്തിന്റെ സൈഡിൽ വന്ന് നിന്നിട്ട് എന്നെ വിളിച്ചതുപോലെ തോന്നി, ആരോ വിളിച്ചതുപോലെ തോന്നി ഓർക്കില്ല. അപ്പൊ ഞാൻ കണ്ണു തുറന്നപ്പോൾ ഈ കുട്ടിയാണ്. അപ്പോഴ്
ഞാൻ കണ്ണു തുറന്നു സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോഴും ചിലപ്പം ഞാൻ അത് ഉറങ്ങുവാണ് ആ സമയത്ത്. എന്റെ സോളിനായിരിക്കാം ആ കുട്ടി വിളിച്ചത്. അപ്പം ഞാൻ ടിക്കും കാണുവാണ് ഇങ്ങനെ ഒരു കുട്ടി വന്നിട്ട് എന്റെ മുമ്പിൽ നിൽക്കുന്നത്. അബായത്തിൽ തന്നെയാണ് ആ കുട്ടിയുള്ളത്. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നിൽക്കുവാണ്. കണ്ണിന്ന് ഇങ്ങനെ വെള്ളം പോകുന്നുണ്ട് എന്നിട്ട്. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കണ്ണിങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട്. കണ്ണിന് ഇങ്ങനെ വെള്ളം പോകുന്നു. ജസ്റ്റ് എന്നെ ഇങ്ങനെ നിന്ന് നോക്കുകയാണ് ആ കുട്ടി. അപ്പൊ ഞാൻ ചോദിച്ചു ആരാണ് ചോദിച്ചു. അപ്പൊ കുട്ടിയുടെ വായൊന്നും തുറക്കണില്ല. ജസ്റ്റ് ഇങ്ങനെ റിഫ എന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായി. റിഫ എന്ന് ശബ്ദം വരുന്നുണ്ടായി, പക്ഷെ വാ തുറക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ തന്നെ ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഞാൻ ശരിക്കും ഒന്നും കൂടി കണ്ണു തുറന്ന് നോക്കുമ്പോഴേക്കും ക്ലിയർ ആയിട്ട് നോക്കുമ്പോഴേക്കും ആളില്ല. അപ്പൊ എനിക്ക് ഡൗട്ട് വന്നത് പെട്ടെന്ന്, ആരാ ഈ കുട്ടി, ഏതാ ഈ കുട്ടി, റിഫ അത് ഏത് കുട്ടിയാണ് റിഫ, ഇങ്ങനെ ഞാൻ ആലോചിക്കുകയാണ്. കാരണം എനിക്ക് അറിയില്ലല്ലോ ഇത് ഏത് കുട്ടിയാണ്. എല്ലാവരും നിങ്ങളൊക്കെ ന്യൂസ് എല്ലാവരും കാണുന്നത് പോലെ ഞാൻ എപ്പോഴോ കേട്ട് വിട്ടുപോയെന്നല്ലാതെ. അതെ, പാവം, മറ്റാക്ക് റിഫയെ അറിയത്തേ ഇല്ല. പെട്ടെന്ന് ഒരു ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടതാണ് പോലും റിഫ. ഫസ്റ്റ് കണ്ടപ്പോൾ പുള്ളിക്കാരിക്ക് റിഫ ആരാണെന്ന് മനസ്സിലായില്ല. അങ്ങനെ റിഫായിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാണ്, എന്റെ പേര് റിഫ, ഞാൻ കേരളത്തിലെ കാസർഗോഡ് നിന്ന് വരുന്നു എന്ന് പറഞ്ഞ് റിഫ അങ്ങോട്ട് പരിചയപ്പെടുത്തി കൊടുക്കുകയായിരുന്നു പോലും. ഇതൊക്കെ നമ്മൾ കേട്ട് വിശ്വസിക്കണം കേട്ടോ. അല്ലാതെ വിശ്വസിക്കാനും കുറെ ആൾക്കാരുണ്ട്, അത് വേറെ കാര്യം. അവരെ മണ്ടന്മാരെന്നല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും വിളിക്കാനില്ല. എന്തായാലും ഇത്രയും ആയ സ്ഥിതിക്ക് ഞാൻ ചേച്ചിയോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. ചേച്ചി ഇപ്പൊ പറഞ്ഞല്ലോ 2023 റിഫ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളത്, അതും ആത്മാവായിട്ട് പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഈ കാര്യം പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞില്ല? എന്തിന് നിങ്ങൾ ഈ കാര്യം വിളിച്ചു പറയാൻ 3 വർഷത്തോളം കാത്തിരുന്നു? അതാണ് എന്റെ ചോദ്യം. 2023 ഈ സംഭവം നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ ഇത് കാര്യം പുറം ലോകത്തോട് വെളിപ്പെടുത്താമായിരുന്നല്ലോ. ഇത് സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, 24 ന്യൂസുകാരി ഈ പറഞ്ഞ റിഫ കേസുമായി ബന്ധപ്പെട്ട് ഒരു AI ഡോക്യുമെന്ററി ഇറക്കിയിട്ടുണ്ടായിരുന്നു. 5 ദിവസം മുമ്പെയാണ് ഈ ഡോക്യുമെന്ററി ഇറക്കിയത്. കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് വലിയ റീച്ചാണ് അതിന് കിട്ടിയത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെ 13 ലക്ഷം വ്യൂസ് ആണ് ആ ഡോക്യുമെന്ററിക്ക് കിട്ടിയത്. ഒറ്റ ദിവസം കൊണ്ട് ആ ഡോക്യുമെന്ററിക്ക് കയറിയത് 10 ലക്ഷം വ്യൂസ് ആണ്. റിഫ കേസുമായി ബന്ധപ്പെട്ടുള്ള ഇതുവരെയുള്ള കണ്ടെത്തലുകളെല്ലാം ആ ഡോക്യുമെന്ററിയിലൂടെ അവർ AI ആയിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഭയങ്കര രസമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഡോക്യുമെന്ററി അപ്ലോഡ് ചെയ്യപ്പെട്ട് പിറ്റേ ദിവസമാണ് ഈ പറഞ്ഞ സ്ത്രീ ഈ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാം കൂടി കൂട്ടി വായിച്ചു നോക്കുന്ന സമയത്ത് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇടയിൽ കൂടെ ഗോൾ അടിക്കാൻ ഇറങ്ങിയതാണ് ചേച്ചി എന്ന് മനസ്സിലാക്കണം. റിഫയുടെ ആത്മാവും ഒരു തേങ്ങക്കാരും ഇവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടൊന്നുമില്ല. ഇവരെന്തോ സോഷ്യൽ മീഡിയയിൽ കുറച്ച് റിഫ കേസിന്റെ വീഡിയോസ് അവിടെ ഇവിടെ ഇരുന്നൊക്കെ ആയിട്ട് കണ്ട്, എന്നിട്ട് റിഫ എന്നോട് പറഞ്ഞൊന്നും പറഞ്ഞുകൊണ്ട് തട്ടി വിടാണ് ഓരോരോ സംഭവങ്ങൾ. ബാക്കി പറഞ്ഞാട്ട് എന്തായാലും കേൾക്കാൻ നല്ല രസമുണ്ട്. ഈ ബടായി കേൾക്കാൻ പ്രത്യേക രസമാണല്ലോ. ബാക്കി പറഞ്ഞാട്ടെ ചേച്ചി. എനിക്കറിയില്ലായിരുന്നു ഈ കുട്ടിയുടെ കാര്യം. അപ്പൊ ഈ റിഫ ഇങ്ങനെ 1-2 പ്രാവശ്യം ഞാൻ തന്നെ പറഞ്ഞോണ്ടിരുന്നപ്പം ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നൊരു തോന്നൽ എനിക്ക് വന്നു. അപ്പോഴാണ് എനിക്ക് ഫോൺ എടുത്തിട്ട് വെറുതെ ഒന്ന് നോക്കാം, യൂട്യൂബിൽ അങ്ങനെ അടിച്ചോക്കാം, എവിടെയോ അങ്ങനെ എന്തോ കണ്ടിട്ടുള്ള ഒരു ഓർമ്മ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ വെറുതെ അടിച്ചു നോക്കുമ്പോഴാണ് അതേ കുട്ടി റിഫ മെഹനാസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. റിഫ അടിച്ചപ്പോ തന്നെ റിഫ മെഹനാസ് വന്നു തുടങ്ങി. അപ്പൊ എന്റെ മുമ്പിൽ വന്ന് നിന്ന അതേ കുട്ടിയാണ് ഈ ചാനലിലൊക്കെ ഞാൻ കാണുന്നത്. അപ്പോഴെനിക്ക് ഒരു ഡൗട്ട് ആ സമയത്ത് വന്നു, ഈ കുട്ടി എന്തിനാ എന്റെ അടുത്ത് വന്നത്? ഇതൊരു സോൾ ആണെന്ന് എനിക്ക് മനസ്സിലായി. ഈ സോൾ എന്തിനാ എന്റെ അടുത്ത് വന്നത്? എന്തോ പറയാനുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കും എന്റെ അടുത്ത് വന്നതെന്ന് എനിക്ക് തോന്നി. അത് വന്ന ദിവസം ഞാൻ ശരിക്കും ക്ലിയർ ആയിട്ട് കണ്ട ഒരു കാര്യത്തില് ആ കുട്ടിയുടെ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം പോകുന്നുണ്ടായിരുന്നു. ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്, പക്ഷെ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം പോകുന്നുണ്ട്. അത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് കണ്ടതുമാണ്. അപ്പം എന്തോ ഈ സോളിന് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. പിന്നെ അത് ഫസ്റ്റ് ആ ഒരു രാത്രി വന്നത് ഒരു 2:30-3 ഒക്കെ ഇടയിലായിരുന്നു. പിന്നെ എനിക്ക് ആ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ ഹാളിൽ തന്നെ ഇരിക്കുമായിരുന്നു. പിന്നെ അടുത്ത ദിവസം ഞാൻ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് ഈ തലേത്തെ രാത്രി കണ്ടതിന്റെ ഓർമ്മയുണ്ടല്ലോ, ഞാൻ ജസ്റ്റ് പ്രാർത്ഥിച്ച് കിടന്നു. പിന്നെ ഞാൻ തന്നെ പറഞ്ഞു, ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എന്റെ അടുത്ത് വരണമെന്നുണ്ടെങ്കിൽ വരാം, എന്തെങ്കിലും ഇനി പറയണമെന്നുണ്ടെങ്കിൽ എനിക്കത് കേൾക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ കേൾക്കാം. അത് പറഞ്ഞാണ് ഞാൻ കിടന്നത് അന്ന് രാത്രി. ഞാൻ പക്ഷെ അത് നമ്മൾ പറയില്ലേ, ജസ്റ്റ് ഒന്ന് മനസ്സിൽ പറയില്ലേ, പ്രാർത്ഥിക്കുന്ന പോലെ, അങ്ങനെ പറഞ്ഞ കിടന്നാണ്. പക്ഷെ അത് പറഞ്ഞ പോലെ തന്നെ ആ കുട്ടി അടുത്ത രാത്രിയും വന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ സെക്കൻഡ് നൈറ്റ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ആ വന്ന ശേഷമാണ് എങ്ങനെയാണ് ഈ കുട്ടിക്ക് എന്റെ സോളിനെ ട്രാവൽ ചെയ്യിപ്പിച്ച് കുട്ടി താമസിച്ച ദുബായിൽ ആ സംഭവം നടന്നിടത്തേക്ക് എത്തിക്കാൻ പറ്റിയെന്ന് അപ്പോഴാണ്, അതിനുശേഷമാണ് എനിക്ക് മനസ്സിലാവുന്നത് സോളിന് ട്രാവൽ ചെയ്യാനുള്ള പവർ ഗോഡ് തന്നിട്ടുണ്ടെന്ന്. എനിക്ക് ആ ദിവസമാണ് എനിക്കത് മനസ്സിലാവുന്നത്. ശരി, അതിന്റെ ഇടയിൽ അങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ? കാനഡയിലുള്ള ചേച്ചിന്റെ ആത്മാവിനെ കൊണ്ട് റിഫ നേരെ ദുബായിൽ എത്തി പോലും. കോൾ അടിച്ചല്ലേ ചേച്ചി, ചുളിവില് പാസ്പോർട്ടും വിസ ഇല്ലാണ്ട് ദുബായിൽ എത്തിയില്ലേ? ചേച്ചിനൊക്കെ ഒരു ഭാഗ്യം. ഇതൊക്കെ എന്റെ കൈ കിട്ടണം മക്കളെ. ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനാവണം. ഒരു വേൾഡ് ടൂർ തന്നെ ഞാൻ നടത്തിയിട്ടുണ്ടാകും. ലോകത്തിലുള്ള ഓരോ രാജ്യത്തെയും ഓരോ പ്രേതങ്ങളെയും കൂട്ടിപ്പിടിച്ച് ലോകം മൊത്തം ഞാൻ അങ്ങ് കറങ്ങും. ഈ ഇടക്കാലത്തെ എന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒന്ന് ജപ്പാൻ വരെ പോകണം എന്നുള്ളത്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഓരോരോ തിരക്കുകൾ കാരണം നമുക്ക് പോകാനും പറ്റുന്നില്ല. ചേച്ചിനെ പോലുള്ള ഒരു സൂപ്പർ പവർ എനിക്കുണ്ടായിരുന്നെങ്കിൽ ജപ്പാനിലെ ഏതെങ്കിലും ഒരു ആത്മാവിനെ കൂട്ടിപ്പിടിച്ച് ഒന്ന് ജപ്പാൻ വരെ കറങ്ങി വരായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവർക്കും ദൈവം എല്ലാ സൂപ്പർ പവറും കൊടുത്തോളണമെന്നില്ലല്ലോ. എന്തായാലും ചേച്ചി ബാക്കി പറഞ്ഞാട്ടെ. എനിക്കത് മനസ്സിലാവുന്നത് എന്റെ ബോഡി മാത്രമേ കാനഡയിൽ കിടക്കുന്നുണ്ടായിരുന്നുള്ളൂ. എന്റെ സോൾ ഈ കുട്ടിയുടെ കൂടെ തന്നെ ട്രാവൽ ചെയ്തിട്ട് ആ കുട്ടി മരിച്ച ദിവസം ഉണ്ടായ ആ റൂമിൽ
എന്റെ സോളിനെ കൊണ്ടുപോയി നിർത്തിച്ചിട്ട് എനിക്ക് കാണിച്ചു തരുവാണ് എനിക്ക് ഇന്നതാണ് സംഭവിച്ചത്. ഇങ്ങനെയാണ് ഞാൻ ഇതൊക്കെ അറിഞ്ഞത്. ആണല്ലേ, വിശ്വസിച്ച് കേട്ടോ. പിന്നെ ഈ ചേച്ചിന്റെ അടുത്ത് റിഫ മാത്രമല്ല കേട്ടോ വന്നത്, ഇന്ത്യയിലുള്ള മറ്റു പല ആത്മാക്കളും ചേച്ചിന്റെ അടുത്ത് സഹായം തേടി വന്നിട്ടുണ്ട്. കേരളത്തിലെ മറ്റുമായി തെളിയാതെ കിടക്കുന്ന പല കേസുകളുടെയും ആത്മാക്കളെ ചേച്ചിന്റെ അടുത്ത് വരാറുണ്ട് പോലും. ഇത് ഞാൻ തട്ടിവിട്ടതല്ലേ, ചേച്ചിനെ തുടർന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. അല്ല, ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് അതല്ല, ചേച്ചിന്റെ അടുത്ത് ഇന്ത്യയിലെ ആത്മാക്കൾ മാത്രമേ വരുന്നുള്ളൂ, കാനഡയിലെ ആത്മാക്കൾ ആരും വരുന്നില്ലേ? അല്ല, എന്റെ ഒരു ഡൗട്ടാണ് കേട്ടോ. പറ്റുമെങ്കിൽ ചേച്ചി അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് തരണം. എന്തായാലും ഇതിനുശേഷം റിഫ തനിക്ക് കാണിച്ചു തന്നു എന്നുള്ള രീതിയിൽ ചേച്ചി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് റിഫ മരണപ്പെട്ടതെന്നൊക്കെ ചേച്ചി വിവരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ചേച്ചിയുടെ വേർഷൻ എന്താണെന്ന് വെച്ചാണെങ്കിൽ, റിഫ ദുബായിലായിരുന്ന സമയത്ത് എന്തോ ഒരു ഷോപ്പിലായിരുന്നല്ലോ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. മെഹനാസ് ആണെങ്കിൽ എന്തോ ടാക്സി ഓടിക്കുന്ന ജോലി എങ്ങാനുമാണ്. അതുകൂടാതെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരുന്നു ഈ പറയുന്ന റിഫ. റിഫയെ സംബന്ധിച്ചിടത്തോളം കാച്ചിന് അത്യാവശ്യം ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. കുടുംബത്തിലെ പ്രാരാബ്ദം കാരണമാണ് അവൾ ഭർത്താവിനും കൂട്ടി ദുബായിലേക്ക് വണ്ടി കയറിയത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് റിഫക്ക് ദുബായിൽ വെച്ചൊരു ഓഫർ വരുന്നത്. കുറച്ച് സംഭവങ്ങൾ സ്മഗ്ലിംഗ് ചെയ്യാൻ സഹായിക്കുകയാണെങ്കിൽ, കള്ളക്കടത്ത് നടത്താൻ സഹായിക്കുകയാണെങ്കിൽ വലിയൊരു തുക റിഫക്ക് കിട്ടും. അതുവഴി ലൈഫും സെറ്റിൽ ആക്കി എടുക്കാൻ പറ്റും. ഇതായിരുന്നു റിഫക്ക് കിട്ടിയ ഓഫർ. മെഹനാസും മെഹനാസിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ജംഷീദും ആഷിഖും വഴിയാണ് കേട്ടോ റിഫക്ക് ഇങ്ങനെ ഒരു ഓഫർ വരുന്നത്. പക്ഷെ റിഫയെ സംബന്ധിച്ചിടത്തോളം പണത്തിന് വേണ്ടി സ്മഗ്ലിംഗ് ചെയ്യാൻ അവൾ ഒരുക്കമല്ലായിരുന്നു. പക്ഷെ മെഹനാസ് അവൾ അതിനുവേണ്ടി നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. തലങ്ങും വിലങ്ങും നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. എങ്ങനെയൊക്കെ നിർബന്ധിച്ചിട്ടും റിഫ അതിന് തയ്യാറായില്ല. അവസാനം റിഫ മെഹനാസിനോടും ഈ പറയുന്ന ജംഷദിനോടും ആഷിഖിനോടും ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ കള്ളക്കടത്ത് നടത്താൻ പോകുന്ന കാര്യം ഞാൻ എന്റെ സഹോദരനോടും ദുബായ് പോലീസിനോടും ഒക്കെ പറയാൻ പോവുകയാണ്, നിങ്ങളെ ഞാൻ ലോക്കാക്കി തരാന്നൊക്കെ റിഫ അങ്ങോട്ട് പറയാണ്. അതോടെ ഈ പറയുന്ന മെഹനാസിന്റെയും ജംഷീദിന്റെയും ആഷിഖിന്റെയും കൺട്രോൾ അങ്ങോട്ട് പോയി. പിന്നെ ഒന്നും നോക്കില്ല, റൂമിൽ വെച്ചാൽ അവൾ അങ്ങോട്ട് തീർത്തു എന്നൊക്കെയാണ് ചേച്ചി പറയുന്നത്. ഇത് റിഫ തനിക്ക് കാണിച്ചു തന്നു എന്നുള്ള രീതിയിലാണ് ചേച്ചി തട്ടിവിടുന്നത് കേട്ടോ. എന്നാലും ഇതെല്ലാം പറഞ്ഞതിന് ശേഷം റിഫയുമായി ബന്ധപ്പെട്ട് പുതിയൊരു അവതാരത്തെ പുള്ളിക്കാരി കൊണ്ടുവരുന്നുണ്ട്. റിഫയെ കൊല്ലാൻ വേണ്ടി മൂപ്പരാണ് കൊട്ടേഷൻ കൊടുത്തത് എന്നൊക്കെയാണ് ഈ പെണ്ണ് തട്ടിവിടുന്നത്. അതാരാണെന്നല്ലേ അത് പുള്ളിക്കാരി തന്നെ പറഞ്ഞ് നമുക്കൊന്ന് കേട്ടോക്കാം. ഒരു കൊതുകിനെ കൊല്ലുന്ന പോലെ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാണ്ട് ആക്കി അവരയച്ചു. ഇതിനുള്ള ഓർഡർ വന്നത് വേറൊരു ഭാഗത്തു നിന്നാണ്. അതെന്ന് പറഞ്ഞാൽ അവരുടെ പേരാണ് ബെൻസർ. അവർ ഒരുപാട് ഷോസും കാര്യങ്ങളൊക്കെ ദുബായിൽ നടത്തുന്നുണ്ട്. അവരാണ് ഇതിനുള്ള ഓർഡർ പാസ്സാക്കിയിരിക്കുന്നത്. സോ ഈ കാര്യങ്ങള് റിഫനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ എന്ന് ബെൻസർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതും മനസ്സിലാക്കാനും അത് അവൾ കേൾക്കാനും അനുസരിക്കാനും അവൾ അത് റെഡി ആയിരുന്നില്ല. അവൾക്കറിയാം ഈ പോകുന്ന കാര്യങ്ങളൊക്കെ തെറ്റായ വഴിയിലൂടെയാണ്. എനിക്കിത് എന്റെ ബ്രദറിനോട് പറഞ്ഞ് ഇത് അറിയിക്കേണ്ട ആൾക്കാരെ ഞാൻ അറിയിച്ചിരിക്കും, എന്നെ നിർബന്ധിക്കാൻ നിൽക്കരുത് എന്നുള്ള കാര്യമാണ് അവളുടെ ഭാഗത്തുനിന്ന് വന്നത്. ആരാണ് ഇത് ചെയ്യുന്നതും സ്മഗ്ലിംഗ് ചെയ്യുന്നതും ആരാണ് ഇതിന്റെ പിറകിൽ, ആരാണ് ഇതിന്റെ മെയിൻ ഹെഡ് എന്നും എല്ലാം റിഫക്ക് അറിയായിരുന്നു. അപ്പൊ റിഫ കാണുന്നുണ്ട് കണ്ണോട് വേറെയും പെൺകുട്ടികൾ ഇവരെ ട്രാപ്പിലാക്കുന്നതൊക്കെ. അപ്പൊ ഇനി അതാ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം റിഫയുടെ ഉള്ളിലുണ്ട്. അത് പുറത്തോട്ട് വരണം, ദുബായ് പോലീസ് ഇത് അറിയണം എന്നുള്ളൊരു കാര്യമായിരുന്നു റിഫക്ക് ഉണ്ടായത്. പക്ഷെ റിഫ ഒരിക്കലും വിചാരിച്ചില്ല ഇത് അവൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് വലിയ ഫ്രോഡ് ക്രിമിനൽസിന്റെ നേരെയാണ് റിഫ ഫൈറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് റിഫക്ക് അറിയില്ലായിരുന്നു ശരിക്കും. അപ്പം അവിടെ ഇതിനുള്ള കൂട്ട് മെഹനാസും ജംഷാദും ആഷിഖും എല്ലാവരും അതിനുള്ള കൂട്ട് റിഫ ഒറ്റക്കാണെന്നുള്ള കാര്യം റിഫ അറിഞ്ഞില്ല. അപ്പൊ ഇവരാരും ഇല്ല, എന്റെ ബ്രദറിനോട് പറയട്ടെ എന്ന് പറഞ്ഞതാണ് അവിടെ ബ്രദറിനോട് എത്തുന്ന മുമ്പ് തന്നെ റിഫനെ ഇല്ലാതാക്കിയത്. ഇതാണ് സത്യം. ബെൻസർ എന്ന് പറയുന്ന ആള് ദുബായിൽ എന്തൊക്കെയോ ഷോസും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ബി വെരി കെയർഫുൾ വിത്ത് ഹിം. ഹി ഈസ് എ വെരി ഫ്രോഡ് ക്രിമിനൽ. അവൻ ശരിക്കും ടാർഗറ്റ് ചെയ്യുന്നത് ഇതുപോലെ വിഡോസിനെയും ഡിവോഴ്സീസിനെയും ഒക്കെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അവരുടെ ഷോസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ലാസ്റ്റ് ഒക്കെ പോയേക്കുന്നത് വെരി ഓപ്പൺലി ഇഫ് ഐ ഗോ ടു സേ റീനു സുധി, സജന ഫിറോസ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരൊക്കെ അതിൽ പെട്ടിട്ടുണ്ട്. സോ എല്ലാ ഗേൾസിനോടും ഞാനൊരു റിക്വസ്റ്റ് ആയിട്ട് പറയുവാണ്, വെരി സൂൺ ഇപ്പം ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരും. ബെൻസറിന് പിടിക്കപ്പെട്ടിരിക്കും. ശരി, ഇതൊക്കെ ബെൻസർ എന്നാണ് ഈ ചങ്ങായി അറിഞ്ഞിട്ടുണ്ടാവാവോ? എന്തായാലും ഇത് കാണുന്ന ബെൻസറിന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. പഠിച്ചോനെ ഞാനോ എന്നായിരിക്കും ബെൻസർ ചിന്തിച്ചിട്ടുണ്ടാവുക. എന്തായാലും ബെൻസർക്ക് നിങ്ങൾ പോലും അറിയാതെ ഒരു അധോലോകമായി മാറിയിരിക്കുകയാണ്. എന്തായാലും ഇതിനെല്ലാം പിന്നാലെ ഈ ബെൻസർ എന്ന് പറയുന്ന ആള് ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്തായാലും മൂപ്പർക്ക് പറയാനുള്ള എന്താണെന്നുള്ളത് കേട്ടോക്കാം. ഈ പെണ്ണ് തട്ടിവിടുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് അറിയണല്ലോ. എന്തായാലും ബെൻസറിന് പറയാനുള്ള എന്താണെന്നുള്ളത് കേട്ടോക്കാം. എന്റെ ജീവിതത്തിൽ ഞാൻ വലിയൊരു ഡോണും വലിയൊരു മാഫിയല്ലായിട്ടുള്ള വീഡിയോസ് ഒക്കെ എനിക്ക് പലരും അയച്ചു തന്നപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ചിരിയാണ് തോന്നിയത്. പക്ഷെ പിന്നീട് അത് ഒരുപാട് ആൾക്കാരൊക്കെ ആ വീഡിയോസ് എടുത്ത് ഇടുമ്പോഴും പിന്നീട് പല സുഹൃത്തുക്കളും വന്ന് എനിക്ക് എന്റെ ഇൻബോക്സിൽ അയച്ചു തന്ന് എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ ഓരോ വ്യക്തികളോടും മറുപടി കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. കാരണം സ്വപ്നത്തിന് ഒരു റീപ്ലൈ കൊടുക്കേണ്ടെന്നാണ് ആദ്യം വിചാരിച്ചിരിക്കുന്നത്. ഈ മരണപ്പെട്ടു പോയ കുട്ടിയോ ആ കുട്ടിയുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ സുഹൃത്തുക്കൾ ആരെയും എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. അന്നും കണ്ടിട്ടില്ല, ഇന്നും കണ്ടിട്ടില്ല.
മരണപ്പെട്ടതിന് ശേഷമാണ് ആ കുട്ടിയെ കുറിച്ചിട്ട് തന്നെ ഞാൻ അറിയുന്നുള്ളത്. എന്തായാലും ഇത് 100% 100% വല്ലാഹി സുമ്മ വല്ലാഹി ഇത് ഉറപ്പാണ്. ഇതിൽ ഇനിയിപ്പോൾ ആ കുട്ടിയുടെ കൂടെ എന്നെ എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും ഒരാളെങ്കിലും കണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ പറയുന്ന പണി ഞാൻ എടുക്കാൻ റെഡിയാണ്. അത് ആരായാലും മുന്നോട്ട് വരാം. വല്ല ഫോട്ടോസോ വല്ല വീഡിയോസോ എന്തെങ്കിലും അവരുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും മീറ്റ് ചെയ്തോ സംസാരിച്ചോ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അവർ വന്നോട്ടെ. അവർ പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ വരാൻ റെഡിയാണ്. അത് മറ്റൊന്ന് എന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന രീതിയിലാണ് പല കാര്യങ്ങളും ആ പെണ്ണുങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. അത് ലീഗലി ഇൻഷാല്ല ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഞാനുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, എന്താ പറയാ, ഈ 4 വർഷം മുമ്പ് ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. ആ സമയത്ത് ഞാൻ വല്ല മാഫിയം എന്തൊക്കെയാ പഠിച്ചവരായാലും പറഞ്ഞു വെച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ കേട്ടിട്ട് ഇങ്ങനെ ചിരിയും വരുന്നു, ഇങ്ങനെ ഷോക്കിംഗ് ആണ്. ഇതൊക്കെ ഞാൻ തന്നെയാണോ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇങ്ങനെ ഇരുന്ന് ഞാൻ കാണുമായിരുന്നു. എനിക്ക് വേറെ ആൾക്കാർ അയച്ചു തന്നപ്പോൾ. അപ്പൊ എന്തായാലും ആ കുട്ടിയുടെ മരണത്തിന് പിന്നിൽ ഇനി ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് അവരെ വെളിച്ചത്ത് കൊണ്ടുവരട്ടെ. അതിൽ ഇനി ഏത് സഹകരിക്കാൻ ഞാൻ റെഡിയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ അതുമായി ബന്ധപ്പെട്ട് ഖാദർ കരിപ്പോടിന്റെ വീഡിയോസാണ് ഞാൻ എപ്പോഴും കാണാറുള്ളത്. ഖാദർ കരിപ്പോടിന്റെ വീഡിയോസിലൂടെയാണ് ഞാൻ ആ ഒരു കഥകളും എല്ലാം അറിഞ്ഞിട്ടുള്ളതും. വേറെ എനിക്ക് അറിവുകളോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്നെ പരിചയമുള്ള എന്നെ അറിയുന്ന മുഴുവൻ സുഹൃത്തുക്കളോടും പറയാനുള്ളത്, ഇതുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. അത് ആ പെണ്ണുങ്ങൾ സ്വപ്നം കണ്ടെന്നാ പറയുന്നത്. എന്താ ഇതിനൊക്കെ പറയാ. എന്തായാലും ഒരാളെ റെപ്യൂട്ടേഷൻ കളിഞ്ഞു കുളിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറഞ്ഞതിന് ഈ പെണ്ണിനെതിരെ കേസ് എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെന്തായാലും ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. കാരണം ഈ പെണ്ണ് കിടക്കുന്ന കാനഡയിലാണ്. ഇനി ഒരു ചെറിയൊരു കേസിൽ അവർ കാനഡയിൽ പോയി പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഭയങ്കര ചെലവേറിയ പ്രോസസ്സാണ്. പോലീസുകാർ എന്തായാലും അതിനൊന്നും മെനക്കെടാൻ പോണില്ല. ആ ഒരു ധൈര്യത്തിലാണ് ഈ പെണ്ണ് ഇങ്ങനെ ഓരോന്ന് തട്ടിവിടുന്നത്. എന്തായാലും കൊള്ളാം. ഈ പെണ്ണ് ഈ അടുത്ത കാലത്താണെന്ന് തോന്നുന്നു സർവമായ സിനിമ കണ്ടത്. അല്ല, അതിലുള്ള പോലെയാണല്ലോ ഇവര് സംസാരിക്കുന്നത്. എന്തായാലും ഇതുകൊണ്ടും തീർന്നില്ല കേട്ടോ. റിഫയെ പോലെ തന്നെ മറ്റൊരു പെണ്ണിനെയും ബെൻസർ ഇതേപോലെ തീർത്തിട്ടുണ്ട് എന്നാണ് ഈ പെണ്ണ് തുടർന്ന് വെളിപ്പെടുത്തുന്നത്. എന്തായാലും ആ വെളിപ്പെടുത്തലൊന്ന് കേട്ടു നോക്കാം. കാരണം സ്മഗ്ലിംഗ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ദുബായിൽ. സ്മഗ്ലിങ്ങിന്റെ പേരിൽ കുറെ പെൺകുട്ടികളെ ട്രാപ്പിലാക്കുന്നുണ്ട്. അതില് റിഫ മാത്രമല്ല മരിച്ചു കിടന്നത്. റിഫ മരിക്കുന്നതിന്റെ 4 ദിവസം മുമ്പ് ലൂക്മാൻ ഹോട്ടലിൽ വെച്ച് റിഫ മാത്രമല്ല റിഫയുടെ കൂടെ ബനീഷ എന്ന് പറയുന്ന ഒരു ലേഡിയും കൂടി ഉണ്ടായിരുന്നു. റിഫ മരിക്കുന്നതിന് 4 ദിവസം മുമ്പ് ലുക്മാൻ ഹോട്ടലിൽ ബെൻസറിന്റെ കൂടെ ഈ പറഞ്ഞ ജംഷാദ്, ബനീഷ ഇവരൊക്കെ കൂടെ ആ ഹോട്ടലിൽ പോയിട്ടുണ്ടായിരുന്നു. അത് പോയത് ഈ ഇവന്റിനെ കുറിച്ച് സംസാരിക്കാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് പറഞ്ഞത്. സോ ഇരിക്കട്ടെ, അതാണ് ഒരു കാര്യം. സോ റിഫ മരിക്കുന്നതിന്റെ 4 ദിവസം മുമ്പ് ഉണ്ടായ ആ ലേഡി ബനീഷ, അവരും ബെൻസറും എല്ലാവരും ഉണ്ടായ ഈ 2 ഗേൾസും ഇവരുടെ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ 2 പേരും മരിച്ചു. 2 പേർക്കും സൂയിസൈഡ് എന്നാണ് പേര് വരുന്നത്. ഒരാൾ 2022 മരിച്ചു, ഒരാൾ സൗദിയില് 2024 മരിച്ചു. സോ സൗദിയിൽ എങ്ങനെ ബനീഷ പോയി? ബനീഷയ്ക്ക് റിഫയെ കുറിച്ച് എല്ലാം അറിയായിരുന്നു. അത് ബെൻസറിന് നന്നായിട്ട് അറിയാം. ദാറ്റ് ഇസ് എ റീസൺ റിഫ മരിച്ചു കഴിഞ്ഞപ്പോ തന്നെ ബനീഷയെ ദുബായിന്ന് സൗദിയിലോട്ട് മാറ്റി. ഇപ്പം അടുത്ത് കേൾക്കുന്നത് ബനീഷ ഇസ് സൂയിസൈഡ് ഫ്രം സൗദി. അപ്പൊ ഈ ഗേൾസ് ഒക്കെ സൂയിസൈഡ് എന്ന് പറയുന്നത് സൂയിസൈഡ് തന്നെയാണോ? ബനീഷിനെയും കൊന്നതാവണം. അതെ, റിഫയെ പോലെ തന്നെ ബനീഷയും അവർ നിർദാക്ഷിണ്യം തീർത്ത് കളഞ്ഞു മക്കളെ. ഈ ഭൂമിയിൽ നിന്നേ ബനീഷ അവർ അങ്ങ് തുടച്ചു കളഞ്ഞു എന്നാണ് ചേച്ചി പറയുന്നത്. പക്ഷെ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ബനീഷ എന്ന് പറഞ്ഞ സ്ത്രീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഈ പെണ്ണുമ്പിളിനെ തള്ളി കേട്ടിട്ട് ഇന്നലെ ബനീഷ ഒരു ലൈവ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തായാലും അതൊന്ന് കേട്ടു നോക്കി. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ബനീഷ പാത്തൂസ് ആണ്. അപ്പോൾ ഇപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാലും പിന്നെ അതുപോലെ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാലും ഞാൻ മരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ന്യൂസാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ വാട്സപ്പിലൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, പാത്തു ഈ മരിച്ചു ചോദിച്ചിട്ട്. അപ്പോൾ ഈ ടൈം വരെ ഞാൻ മരിച്ചിട്ടില്ല. എനിക്ക് മരിക്കാൻ ഒരു താല്പര്യമില്ല. പഠിച്ചോൻ തന്ന ഒരു ആയുസ്, അത് എത്ര കാലം വരെ ഉണ്ടോ അത്ര കാലം വരെ സന്തോഷമായിട്ട് ജീവിക്കണം എന്നുള്ളൊരു ആയുസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കൂടി എന്നെ കൊല്ലരുത് പ്ലീസ്. ജീവിച്ചു പോക്കോട്ടെ, എങ്ങനെയും ജീവിച്ചു പോക്കോട്ടെ. യൂട്യൂബിലത്തെ ചേച്ചി ഞാൻ മരിച്ചിട്ടില്ല കേട്ടോ, ഞാൻ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ ആത്മാവല്ല, ഒറിജിനാലിറ്റി തന്നെയാണ്. ഓക്കെ. എന്താ ചേച്ചി ഇതൊക്കെ നോക്കി കണ്ടു വേണ്ട ഒരു വീഡിയോയിലൊക്കെ വന്നിരുന്നു പറയാൻ? അറ്റ്ലീസ്റ്റ് ബനീഷിന് ഇൻസ്റ്റാഗ്രാമെങ്കിലും ഒന്ന് നോക്കിക്കൂടായിരുന്നു. അവര് റീസെന്റ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടോന്നെങ്കിലും ഒന്ന് നോക്കിക്കൂടായിരുന്നു. എന്നിട്ട് വന്നിരുന്ന് തള്ളിയാ പോരായിരുന്നു. ഇതിപ്പോ ആകെ നാണക്കേടായി പോയില്ലേ ചേച്ചി? എന്തായാലും ചേച്ചിയുടെ തള്ളി ഇതോടുകൂടി തകർന്ന് വീണിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്നാലും ചേച്ചി ജീവിച്ചിരിക്കുന്ന ആളെ എങ്ങനെ കൊല്ലാൻ പാടില്ലായിരുന്നു. പാവണ്ടാ ബനീഷൊക്കെ. എന്ത് പറയാനാണില്ലേ ഇവരോടൊക്കെ. പിന്നെയും ചേച്ചി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ മുട്ടൻ കോമഡികളാണ്. ചേച്ചിയുടെ ഒരു എക്സ് ബോയ് ഫ്രണ്ടിലേക്കൊക്കെ ചേച്ചി ഈ കേസിനെ കണക്ട് ചെയ്യുന്നുണ്ട്. അതിനെ കുറിച്ച് പറയാനാണെങ്കിൽ പിന്നെയും ഒരു 10-20 മിനിറ്റ് എക്സ്ട്രാ ചെയ്യേണ്ടി വരും. എന്നെ കൊണ്ട് വയ്യ. ഈ തള്ളും കേട്ടിരുന്ന ഡയലോഗ് അടിക്കാൻ ഇനി വയ്യ എനിക്ക്. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.